ചേട്ടാ ദൃശ്യം എന്ന സിനിമയാണല്ലോ ബ്രേക്ക് തന്നത്. അതെ. ആ ദൃശ്യം എന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അല്ല, ഒന്നുമില്ല. ഞാൻ പോയിക്കോളെ, ചേട്ടൻ പോക്കോ, ചേട്ടൻ പോക്കോ. അല്ലെന്ന് പരിപാടി നന്നാവുന്നുണ്ട്, ചേട്ടൻ വിട്, ആൾക്കാർ പോട്ടെ. അങ്ങനെ ആളുകളുടെ ഉള്ളിൽ നിന്ന് ഡ്രസ്സ് മാറിയൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞൊരു ഉദ്ഘാടനത്തിന്. ലാലേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു, എൻ്റെ കൂടെ അഭിനയിക്കുന്നതിന് പേടിയുണ്ടോ? ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ സുമേഷ് ചന്ദ്രൻ. ഇന്ന് ആലയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു ഇന്റർവ്യൂമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുറേ വിശേഷങ്ങളും കുറേ തമാശകളൊക്കെ ആയിട്ട് ഞാൻ ഈ ചാനലിൽ ജോയിൻ ചെയ്യുകയാണ്. ചേട്ടാ ഈ കലാപ്രവർത്തനങ്ങളിലേക്കുള്ള തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. കാരണം പാരമ്പര്യമാണല്ലോ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ വില്ലടിച്ചമ്പാട്ടുകാരനായിരുന്നു. ചിന്ത്, അതുപോലെ ഉടുക്ക്, അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഈ പറയുന്ന പോലെയുള്ള കലാരൂപങ്ങളൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. പിന്നീട് ഞാൻ ഈ പറയുന്ന പോലെ സ്കൂള് തലങ്ങളിലും ഓരോ എന്താ പറയുക, നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിൽ, ആനിവേഴ്സറി, ക്ലാസ് മീറ്റിങ്ങിൽ, അങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ, പാട്ടുകൾ ഒക്കെ പാടാൻ തുടങ്ങി. പിന്നീട് ഈ പറയുന്ന പോലെ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് സ്റ്റേജിൽ ഒരു മത്സരത്തിന് എത്തുന്നത്. ലളിതഗാന മത്സരം, പ്രച്ഛന്ന വേഷമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കലാകാരനായി പതുക്കെ 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 ഉണരാൻ തുടങ്ങി, എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്താ പറയുക, യൂത്ത് ഫെസ്റ്റിവലിൽ നാടകം കളിക്കുകയും അതിൽ ബെസ്റ്റ് ആക്ടർ കിട്ടുകയും സ്കൂൾ ടീച്ചേഴ്സും കൂട്ടുകാരും ഒക്കെ സപ്പോർട്ട്, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സപ്പോർട്ടായിരുന്നു എൻ്റെ ഒരു കലയോട്. അതങ്ങനെ പോയി 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 നാടകങ്ങൾ, ഒരു 8ഓളം നാടകങ്ങൾ ഞാൻ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ എല്ലാ നാടകത്തിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നുണയല്ലേ? അപ്പം അങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പം നമ്മുടെ അസംബ്ലിയിലൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി, സാറുമാരൊക്കെ പറയാൻ തുടങ്ങി, ഒരു സിനിമാ നടനാകട്ടെ എന്നുള്ള എന്താ പറയുക, ഒരു അനുഗ്രഹമൊക്കെ കിട്ടി. പിന്നെ അങ്ങനെ അങ്ങനെ എന്താ പറയുക, 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിനിമ നടനാകണം, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഞാൻ കലാഭവനിൽ, കൊച്ചിൻ കലാഭവനിൽ പോയി ചേരുകയും അവിടെ നിന്ന് ഒരു 2 വർഷത്തോളം ഞാൻ മിമിക്രി ആയിട്ട് സ്കിറ്റുകളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ കൂടുകയും, കുറേ ലെജൻഡുകളായിട്ടുള്ള ആളുകളുള്ള സമയത്താണ് ഞാൻ അവിടെ പഠിക്കാൻ പോകുന്നത്. അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങനെ മിങ്കിൾ ചെയ്ത് എന്താ പറയുക, അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്നൊരു മത്സരത്തിലേക്ക് ഒരു ടീമിൽ ഒരു അംഗമായിട്ട് എന്നെ വിളിക്കുന്നത്. ഞാനങ്ങനെ പോയി എന്താ പറയുക, ആ പരിപാടിയിലൊരു ടീമായിട്ട് 1 വർഷം 1.5 വർഷത്തോളം മത്സരത്തിൽ പങ്കെടുത്തു. അതിനു മുമ്പ് ഞാൻ ഈ കലാഭവൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ, അതായത് 2 വർഷത്തോളം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പല സ്ഥലങ്ങളിലും സിനിമയുടെ പുറകെ ഒത്തിരി നാൾ നടന്നു. എന്താ പറയുക, വിസ്മയത്തുമ്പത്ത്, ഹരിഹരപിള്ള ഹാപ്പിയാണ്, ഉദയം, കൂട്ട് എന്ന് പറയുന്ന കുറേ തമിഴ് റീമേക്ക് സിനിമകളിൽ വരെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരു ജനസമൂഹത്തിൻ്റെ ഗ്യാപ്പിൽ നിന്നിട്ട് കയ്യും ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു, വലിയൊരു ലക്ഷ്യമായിരുന്നു സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ചാനലിൽ വിളിക്കുകയും ഒരു ടീമിൽ അംഗമായിട്ട് വരികയും അങ്ങനെ നല്ല നല്ല സ്കിറ്റുകളൊക്കെ ആയി ചെയ്ത് ആളുകളിലേക്കൊക്കെ എത്തുകയും, ഒറ്റയാൾ പോരാട്ടം എന്നൊരു സെഗ്മെന്റ് വന്നപ്പോൾ അതിൽ ഞാൻ കള്ളുകൂടിയൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് അതിൽ 13 പേരിൽ എനിക്കാണ് 100-ൽ 100 മാർക്ക് ലഭിച്ചത്. നമ്മുടെ മരിച്ചുപോയ സിദ്ദിഖ് സാറ്, അതുപോലെ പക്കുറിച്ചേട്ടൻ, ഉർവശേഷിയൊക്കെ ആയിരുന്നു അതിൻ്റെ ജഡ്ജ്. അങ്ങനെ ആ 100-ൽ 100 മാർക്ക് കിട്ടിയതിന് ശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ സിദ്ദിഖ് സാറിൻ്റെ ഭാസ്കരത രാസ്കൽ എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രത്തിൽ ഒരു ഡയലോഗുള്ളൊരു വേഷം ലഭിച്ചു. അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കം സിനിമ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഡയലോഗുള്ളൊരു വേഷം ചെയ്യുന്നത്. ചേട്ടാ മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ആയിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, എങ്ങനെയുണ്ട് അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യമായിട്ട് ഈ പറഞ്ഞല്ലോ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയപ്പോൾ ഈ ഹരിഹരൻപിള്ള ഹാപ്പിയാളെന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രത്തിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ലാലേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക, വലിയൊരു എന്താ പറയുക, അടുത്ത് കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും എന്താ പറയുക, സ്വപ്ന തുല്യമല്ലേ.
മമ്മൂക്കയും അതുപോലെ തന്നെ. അങ്ങനെ ഹരിഹരൻപിള്ള ഹാപ്പിയാണ് സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ലാലേട്ടനെ കണ്ടു എന്നല്ലാതെ ലാലേട്ടൻ നമ്മളെ കണ്ടിട്ടില്ല, നമ്മളെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല അന്ന്. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ആണ് ദൃശ്യം 2ലേക്ക് വന്നപ്പോൾ, ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഷാഡോ പോലീസായിട്ട് സാബു എന്ന് പറയുന്ന ഒരു കഥാപാത്രം എനിക്ക് ചിത്തു സാറ് തന്നു. അത് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ചിത്തു സാറിനോട് ഒരിക്കലും തീരാത്ത കടപ്പാട് ആ ഒരു സിനിമയിൽ എനിക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന കൊറോണ സമയത്ത് ആയതുകൊണ്ട്, ദൃശ്യം എന്ന് പറയുന്ന സിനിമ കൊറോണ സമയത്ത് ആയതുകൊണ്ട് ഈ ഞാനും ലാലേട്ടനും ഒക്കെ ആയിട്ട് പിന്നെ സംസാരിക്കാനും കൂടുതൽ ഇടപഴകാനൊക്കെ ആയിട്ടുള്ളൊരു അവസരം കിട്ടി. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെറ്റർ പേഴ്സൺ, നമ്മോട് എന്താ പറയുക, അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ കാണാൻ കൊതിച്ച ഒരാൾ നമ്മുടെ കൂട്ടുകാരനെ പോലെ നിന്ന് അഭിനയിക്കുകയൊക്കെ ഉണ്ടായി. ഒക്കെ വലിയ അനുഗ്രഹമാണ്. മമ്മൂക്ക ഇതുപോലെ തന്നെ പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് സംസാരിച്ചു. മറ്റേ നമ്മുടെ ഭാസ്കർ നിറാസ്കൽ എന്ന് പറയുന്ന സിനിമയിൽ. അതല്ലാതെ ഞാൻ മമ്മൂക്കയെ ഞാനായിട്ടൊരു ഷോയിൽ പോയിപ്പോൾ ഫ്ലൈറ്റിലിരുന്ന് ഞങ്ങൾ മമ്മൂക്ക കയറി, ഞാൻ നേരെ മമ്മൂക്കനെ ഒന്ന് കാണാനായിട്ട് ഫ്ലൈറ്റിൽ ചെന്ന് അടുത്ത് ചെന്നപ്പോൾ എനിക്കും വഴി മമ്മൂക്കനോട് ചോദിക്കുക, നീ സിനിമ കാണാനല്ലടാ നീ എന്നോട് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഈ മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മുടെ കോമഡി ഷോകളും നമ്മുടെ സ്കിറ്റുകളും അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കാണുന്നൊരു വ്യക്തിയാണ്, സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. രണ്ടുപേരും സൂപ്പർമാനാണ്, രണ്ടുപേരും അടിപൊളിയാണ്. ഇനിയും ഞങ്ങൾ തമ്മിൽ കാണും. ചേട്ടാ, ദൃശ്യം എന്ന സിനിമയാണല്ലോ ബ്രേക്ക് തന്നത്. അതെ. ആ ദൃശ്യം എന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അതുപോലെ തന്നെ ഈ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടറുമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം. ചിത്തു സാർ എന്ന് പറയുന്നത് ഇപ്പം ഈ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ചിത്തു സാറും ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ചാനൽ പ്രോഗ്രാംസ് ഒക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. കോമഡികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഭയങ്കര സെൻസുള്ള ഒരാളാണ്. ചിത്തു സാറ് കോവിഡ് സമയത്ത് നമ്മുടെ മഴവിൽ മനോരമയിലെ ഒരു തകർപ്പൻ കോമഡി എന്ന് പറയുന്നൊരു പരിപാടിയിൽ ഞങ്ങൾ ദൃശ്യം സിനിമയുടെ സ്പൂഫ് ചെയ്തു. അങ്ങനെ ഇത് സാറ് ആ സമയത്ത് വീട്ടിലിരുന്ന് കാണുകയും അതിനകത്ത് ചെയ്ത ഞാനും അജിത്ത് കൂത്താട്ടോളും രാജേഷ് പറവൂര് ഒക്കെ പുള്ളി ഒന്ന് ശ്രദ്ധിക്കുകയും ഈ കോവിഡ് സമയത്ത് തന്നെ സാർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പടം ദൃശ്യം 2 എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ സാറ് ഇങ്ങനെ വിളിക്കുകയാണ്. സാറ് നേരിട്ടാണ് എന്നെ വിളിക്കുന്നത്. സാറ് വിളിച്ചിട്ട്, സുമേഷ, ഞാൻ ജിത്തുവാണ്, ഞാനൊരു പടം, നമ്മുടെ ദൃശ്യം 2 എന്ന് പറയുന്ന പടം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സുമേഷിനൊരു നല്ലൊരു കഥാപാത്രം വെച്ചിട്ടുണ്ട്, എന്താ ചെയ്യൂലെന്ന് ചോദിച്ചു. ഇതാരോ കളിയാക്കണമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം വിശ്വസിച്ചൊന്നുമില്ല. പിന്നെ സാറ് വീണ്ടും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഫോട്ടോ എടുത്ത് തരണം എന്ന് പറഞ്ഞു. ഞാൻ 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. തൃപ്തിയാവുന്നില്ല, ഓടി നടന്ന് കുറേ ഫോട്ടോ എടുത്തു, ഒന്നും തൃപ്തിയാവില്ല. പിന്നെ സാറ് വിളിച്ചോണ്ടിരിക്കുക, ഫോട്ടോ വന്നില്ലല്ലോ സുമേഷ്. അങ്ങനെ ഫോട്ടോ ഇട്ട് കൊടുത്തു. സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. പിന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് തന്നു വായിക്കാനായിട്ട്, നമ്മുടെ പോർഷൻ മാത്രം. അന്നേരം സാറ് ചോദിച്ചു, ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ പേടിയുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, ലാലേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു, എൻ്റെ കൂടെ അഭിനയിക്കുന്നതിന് പേടിയുണ്ടോ? അതിന് ഓവർ കോൺഫിഡൻറ്റ് കൊടുത്തതാണ്. പക്ഷേ ലാലേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ എന്താകും എന്നൊക്കെയായിരുന്നു പേടി. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു. ലാലേട്ടൻ ആ അടുത്ത് വന്ന് ആ സീൻ ചെയ്യുമ്പോൾ ലാലേട്ടന് എന്താ പറയുക, നമ്മളോട് ഒരു സ്റ്റുഡൻറ്റ്, ഒരു കൂട്ടുകാരൻ നിലയ്ക്ക് മോനെ നീ എന്തിനാടാ പേടിക്കുന്നത്, നീ സാബു, ഞാൻ ജോർജ് കുട്ടി, ഇത്രയേ ഉള്ളൂ, മോഹൻലാലും സുമേഷൊന്നും ഇല്ല അവിടെ, ധൈര്യമായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് റിഹേഴ്സലിന് വരെ വന്ന് ലാലേട്ടൻ വന്ന് എന്നോടൊപ്പം ചെയ്യും. അതുപോലെ ജിത്തു സാറും അതുപോലെ തന്നെയായിരുന്നു. ചെന്നിട്ട് എന്നോട് പേടിക്കൊന്നും വേണ്ട, പോയി ലാലേട്ടന് പോയി സംസാരിക്കുക. അങ്ങനെ കൂട്ടായി. ജിത്തു സാറിൻ്റെ ഒരു കോൺഫിഡൻറ്റും ജിത്തു സാറിൻ്റെ ഒരു എന്താ പറയുക ബലമായിരുന്നു എൻ്റെ ഒരു ഈ പടത്തിൽ അഭിനയിക്കാനുള്ള പേടിയില്ലായ്മ വന്നത്. ചേട്ടാ, കലാപരമായിട്ടുള്ള കുടുംബമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട് കലാ പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ട്? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ എൻ്റെ സഹോദരൻ സുഭാഷ് ചന്ദ്രൻ. പുള്ളി ഈ പറഞ്ഞ പോലെ ഇപ്പോഴും സിനിമയിലാണുള്ളത്. സിനിമയിൽ ലൈൻ പ്രൊഡ്യൂസറാണ്.
ഇപ്പം ഞാൻ പറഞ്ഞ ജവാനും മുല്ലപ്പൂ എന്ന് പറയുന്ന സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസറായിരുന്നു. ഇപ്പോഴും ഒന്ന് രണ്ട് സിനിമകൾ കമ്മിറ്റ് ചെയ്തത് ഇങ്ങനെ ഒരു പടം ഇപ്പം നടക്കുകയാണ്. അതുപോലെ ചേട്ടൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പം മുതൽ ചേട്ടനായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രചോദനവും എന്നെ കൊണ്ടു നടക്കുന്നതും. ഞാൻ ഇന്നതാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചേട്ടൻ ആഗ്രഹിക്കുകയും എന്നെ അത്രയോ ഉപദേശിച്ച് ഇവിടം വരെ എത്താനുള്ള ഒരു പോസിറ്റീവ് എനർജി എൻ്റെ ചേട്ടനാണ്. ഇപ്പോൾ ഒരു പുതിയ പടം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഷൂട്ടിങ് കഴിയാറായി. അതൊരു പുതിയ വിശേഷമാണ്. നമ്മുടെ വി കെ പ്രകാശ് സാറാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ടു ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ സിനിമ ചെയ്യുന്നത്. വിനോദ് ഉണ്ണിത്താൻ സാറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. പറഞ്ഞ പോലെ ചേട്ടൻ ലൈൻ പ്രൊഡ്യൂസർ. ഒരുപാട് വിശേഷങ്ങളുണ്ട്. ആ പടത്തില് എന്താണ് ക്യാരക്ടർ, വല്ല റോളുകൾ വല്ലതും ഉണ്ടോ? എന്താണ് ചെയ്യുന്നത്? ഞാൻ ഒരു കോമിക്കായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഞാനും നമ്മുടെ അമരത്തിലെ നമ്മുടെ അശോകൻ ചേട്ടനും കോംബോ ആയിട്ടുള്ള സംഭവം. ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ. മൂന്നാറും അങ്ങനെയൊക്കെയായിരുന്നു ഷൂട്ട്. നന്നായിട്ട് വരും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു സിനിമയായിരിക്കും. ചേട്ടാ, ഈ സുമേഷ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള പേര് ആണല്ലോ. അതെ. അപ്പൊ ഈ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ചിലപ്പോൾ ഒരുപാട് സുമേഷുമാരുണ്ടായിട്ടുണ്ടാവും. ഉണ്ടാവും. കലാപരമായിട്ട് ഒരുപാട് സുമേഷുമാരുണ്ട്. അപ്പൊ ഈ സുമേഷ് എന്നുള്ള പേര് ഗുണം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടുണ്ടോ? രസകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ സുമേഷ് എന്നുള്ളത് പേര് വലിയ കാര്യമായിട്ട് ഞാൻ അങ്ങ് കരുതുന്നില്ല. കാരണം സുമേഷ് ഇപ്പം സിനിമയിലേക്ക് എത്തുമ്പോൾ എന്താ പറയുക, ആദ്യം സിനിമയിലേക്കെന്നല്ല, നമ്മൾ ഈ ചാനൽ പരിപാടിയും അതുപോലെ സ്റ്റേജ് ഷോയ്ക്കൊക്കെ നമ്മൾ ഈ പോസ്റ്ററിലൊക്കെ കൊടുക്കുമ്പോൾ പേരിനൊരു ഇത് വേണമല്ലോ. അപ്പം ആദ്യം സുമേഷ് എറണാകുളം, സുമേഷ് കൊച്ചി, സുമേഷ് കൊച്ചി കൊള്ളാം, എറണാകുളം കൊള്ളാം, പിന്നെ ഇതെല്ലാം കൊള്ളാം. സുമേഷാണോ പ്രശ്നം എന്നുള്ളത് പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ പേരിൽ എന്ത് കാര്യമായിരിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. ഞാനും പിന്നെ സുമേഷ് എന്ന് പറയുന്ന പേരിൽ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ കുറേ അങ്ങോട്ട് പോയപ്പോൾ എന്തിനീ കൊച്ചിയും എറണാകുളവും അതുപോലെ ഓരോ ട്രൂപ്പിൻ്റെ പേരുകൾ നമ്മൾ കൂട്ടി പറയണം. എൻ്റെ കലാകാരനായിട്ടുള്ള എൻ്റെ നെടുന്തൂണായിട്ടുള്ള എൻ്റെ നട്ടലായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ പേരില്ലേ, അങ്ങനെയാണ് സുമേഷ് ചന്ദ്രൻ ഇടുന്നത്. ഇപ്പം സുമേഷ് ചന്ദ്രൻ വന്നതിന് ശേഷം കുറേ അവസരങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് കറക്റ്റായിട്ട് ഇപ്പം എല്ലാവരിലേക്കും സുമേഷ് ചന്ദ്രൻ എത്തി. അപ്പോൾ ഈ സുമേഷ് നല്ലതായിപ്പോൾ. ഈ സൗഹൃദങ്ങൾ സിനിമാ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? സൗഹൃദങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സ്കൂൾ തലം മുതൽ ഒരുപാട്, സിനിമയിലേക്കല്ല, ഞാൻ ഈ വരുന്ന ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് എനിക്ക് സൗഹൃദങ്ങൾ, സപ്പോർട്ട്, സ്കൂൾ ക്ലാസ്മേറ്റ്സ്, ഇവർക്ക് പിന്നെ വേറെ സപ്പോർട്ട്, സിനിമയിലേക്ക് വരട്ടെ അല്ലെങ്കിൽ വലിയൊരു കലാകാരനാകട്ടെ എന്നുള്ളൊരു ആഗ്രഹവും സപ്പോർട്ടൊക്കെ അവർക്കുണ്ട്. പക്ഷെ ചെറിയൊരു അസൂയ എന്നോടുണ്ടായിരുന്നു അവർക്ക്. വേറൊന്നുമല്ല, ഈ കലാപരമായിട്ട് നടക്കുമ്പോൾ ആരാധികമാരുണ്ടാവുമല്ലോ, അങ്ങനെ ആരാധികമാർ എനിക്ക് കൂടി വന്നപ്പോൾ അവർക്ക് ചെറിയൊരു അസൂയ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നല്ല സപ്പോർട്ടായിരുന്നു. എവിടെ ചെന്നാലും സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ജാതിയുടെ സപ്പോർട്ട്, അങ്ങനെ ഓരോ സപ്പോർട്ട്. അത് പിന്നീട് ഈ പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇനി വരുന്ന ഓരോ കണ്ട് പരിചയപ്പെടുന്ന ഓരോ ആർട്ടിസ്റ്റുകളും നമ്മളെ ഇപ്പോൾ കൂടെ നിർത്തി ഒരു എന്താ പറയുക, സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. എടാ നിനക്ക് അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ഗൾഫിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ ചാനൽ പരിപാടികൾ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു പറയുന്നുണ്ട്, കൂട്ടുകാർ തന്നെ. പിന്നെ എൻ്റെ നാട്, അത് വേറെ ലെവലാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ. കാരണം നാട്ടിൽ ഉള്ള എല്ലാവരും, സാധാരണക്കാരും എല്ലാവരും നമ്മുടെ സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഒരു പരിപാടി ചെയ്ത് അല്ലെങ്കിൽ വിജയിച്ചു അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്തു എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ പോലും അറിയുമല്ല, അതിന് മുമ്പ് എൻ്റെ ജംഗ്ഷനിൽ ഫ്ലെക്സ് കയറും. അങ്ങനെ ഫ്ലെക്സ് തട്ടിയിട്ട് നടക്കാൻ പാടില്ലായിരുന്നു പഴന്തോട്ടത്ത് ജംഗ്ഷനിൽ. അതുപോലത്തെ നാട്ടുകാരുടെ സപ്പോർട്ട് വീട്ടിലും അതുപോലെ തന്നെ. ഞാനിപ്പം ഇവിടെ ഇല്ലെങ്കിലും എല്ലാ കാര്യവും കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേരുണ്ട്. സത്യം പറഞ്ഞാൽ ഇനിയും വലിയൊരു എന്താ പറയുക, ഒരു സിനിമാ നടൻ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ആയിട്ടില്ല. ഇനി ആകാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അത് ഈ പറയുന്ന എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യും.
അതുപോലെ ഈ പിന്നെ ഈ പറയുന്ന നിങ്ങളുടെ ചാനൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, ഇത് നമ്മളെല്ലാവരിലേക്ക് എത്തുന്നു. എല്ലാവരും ഇത് കണ്ട് പ്രോത്സാഹനവും അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിലെത്തും. ചേട്ടൻ നല്ല രാശിയുള്ള ഉദ്ഘാടകനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ അനുഭവങ്ങളൊന്ന് പറയാമോ? ആര് പറഞ്ഞു ആ സംബന്ധം? ഉദ്ഘാടനങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ ഉദ്ഘാടനങ്ങൾ കണ്ടിട്ട് മറ്റുള്ള ആർട്ടിസ്റ്റുകൾ, എന്നോടൊപ്പം സഹപ്രവർത്തകരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഇത് എവിടെ നിന്ന് കിട്ടണോ നിനക്ക് ഇത്ര ഉദ്ഘാടനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ഉദ്ഘാടന ട്രെൻഡുകളൊന്നും ഇല്ലാത്ത സമയത്ത് കുറേ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡ് വേറെ ആയിപ്പോയി ഉദ്ഘാടനങ്ങൾക്ക്. ഞാൻ ഒരുപാട്, അതായത് ബേക്കറികൾ, അതുപോലെ കുറേ സംഭവങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒരിടയ്ക്ക് ഉദ്ഘാടനം ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. നമ്മുടെ മൂവാറ്റൂർ സ്കൂളിൽ ഞാനാണ് വിശിഷ്ടാതിഥി. ഞാൻ മൂവാറ്റൂരേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്ത് വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. എന്നാ വിചാരിച്ച് രാവിലെ അങ്ങ് പോയേക്കാം. എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു സിനിമയും കണ്ടിട്ട്, സിനിമ കണ്ട് ഇറങ്ങിയിട്ട് വേറെ പോയിട്ട് ആ സമയമൊക്കെ 5 മണി 5:30 ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് മൂവാറ്റൂർ ലതാ തിയേറ്ററിൽ ഞാൻ സിനിമ കാണാൻ കയറി. സിനിമ കാണാൻ കയറി തിരിച്ച് 5 മണി ആയപ്പോഴത്തേക്ക് ഞാൻ പുറത്തിറങ്ങിയത്. ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ, ഈ പോപ്കോണൊക്കെ കഴിച്ചായിരുന്നു, അതിൻ്റെ പൊടിയൊക്കെ വീണു, ഡ്രസ്സൊക്കെ അഴുക്കായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, ചേട്ടാ ഡ്രസ്സ് മാറാൻ എവിടെയെങ്കിലും? അയ്യോ ഇപ്പോൾ വേറെ എങ്ങും ഇല്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ തിയേറ്ററിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു വരാന്ത പോലത്തെ സ്ഥലത്ത് നിന്നിട്ട് ഞാൻ പെട്ടെന്ന് ബാഗിൽ നിന്ന് ഡ്രസ്സ് മാറിയിട്ട് മുണ്ട് ഉടുത്തിട്ട്, ഷർട്ടില്ല, വേറെ ഷർട്ട് എടുത്ത് മുണ്ടെടുത്ത് പാൻ്റൊക്കെ അഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നേര് സിനിമ ഇപ്പുറത്തെ സൈഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. നേര് സിനിമ കഴിഞ്ഞിട്ട് ആ ആൾക്കാർ മുഴുവൻ ഒറ്റ ഇറക്കം, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ. ഞാൻ പ്ലച്ചനെ ഒരു മുണ്ട് കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അന്നേരം വേറെ ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഷർട്ട് എടുത്ത് ഇടാൻ തുടങ്ങിയതും ഒരാൾ വന്നിട്ട്, സ്റ്റാർ മാജിക് സുമേഷ് പറഞ്ഞാതെ എന്താ ഇവിടെ? ഞാൻ ഡ്രസ്സ് മാറാൻ എടുത്തിട്ട് ജ്യൂസ് വീണു. അപ്പം അങ്ങനെ, അല്ല ഇവിടെ അല്ല ഒന്നുമില്ല, ഞാൻ പോയിക്കോളെ ചേട്ടൻ പോക്കോ, ചേട്ടൻ പോക്കോ. അല്ലെന്ന് പരിപാടി ഒന്നാവുന്നുണ്ട്, ചേട്ടൻ വീട്, ആൾക്കാർ പോട്ടെ. അങ്ങനെ ആളുകളുടെ ഉള്ളിൽ നിന്ന് ഡ്രസ്സ് മാറിയൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞൊരു ഉദ്ഘാടനത്തിന്. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ സ്ഥലത്തെത്തി. അവിടെ തന്നെ ഞാൻ ഈ പരിപാടിയുടെ കാര്യം പറയുകയും ചെയ്തു, ഈ തിയേറ്ററിലുണ്ടായ ഒരു സംഭവം. ഉദ്ഘാടനം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചെയ്ത പല കടകളും ഇപ്പോഴും നിലനിൽക്കുന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. കുറേ ഒരു ബേക്കറി ആയിട്ട് തുടങ്ങിയ ഒരു ചേട്ടൻ ഇപ്പോൾ 4 ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉദ്ഘാടനം ചെയ്ത ആ ബേക്കറി പുള്ളി എപ്പോഴും കാണുമ്പോൾ എന്നോട് കാണിക്കും, മോനെ ഒരു 1.5 അടിച്ചിട്ട് പോടാന്ന് പറയും. 1.5യോ? അല്ല ചിലവ് ചെയ്യാൻ എല്ലാ വെള്ളം കുടിച്ചിട്ട് പോകാൻ പറയും. വലിയ ഹാപ്പിയിലാണ്. പിന്നെ ഒരുപാട് പേര് മേടിക്കാറുണ്ട്. നമ്മൾ ഈ ചെറിയ ഒരു തുച്ഛമായിട്ടുള്ള വരുമാനമല്ലേ നമ്മൾ മേടിക്കുന്നുള്ളൂ ഉദ്ഘാടനത്തിന്. അതായിരിക്കും ഉദ്ഘാടനത്തിന് എണ്ണം കൂടുന്നത്. പല മിമിക്രിക്കാരും നല്ല ഗായകരാണ്. അതുപോലെ ചേട്ടനും നല്ലൊരു ഗായകനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ മിമിക്രിക്കാർ പാട്ട് പാടുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് ഉള്ളിലുള്ള വാസനയാണോ, അതോ ഈ ഗായകരൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ആ നാച്ചുറൽ ഒബ്സർവേഷനിൽ വരുന്നതാണോ? മിമിക്രിയിലുള്ള എല്ലാവരും സിംഗേഴ്സ് അല്ല. പക്ഷെ പാട്ടിനോട് ഇഷ്ടമില്ലാത്ത ആരുള്ള, എല്ലാവർക്കും പാട്ടുകൾ ഇഷ്ടമാണ്. നമ്മൾക്ക് കുറേ ഈ പറഞ്ഞ പോലെ ഒബ്സർവേഷൻ എന്ന് പറയുന്ന സംഭവം തന്നെ, നമ്മൾ ഒരു സ്ക്രിപ്റ്റ് സെൻസ് ഈ മിമിക്രിക്കാർക്ക് എനിക്ക് തോന്നുന്നത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്കിറ്റുകളൊക്കെ എഴുതുകയും ഇപ്പോൾ ഒരുപാട് പേര് സിനിമകൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ മിമിക്രി ഇതിനകത്ത് നിന്ന് തന്നെ. എന്ന് പറയുന്ന പോലെ പാട്ടിനെ സ്നേഹിക്കുകയും പിന്നെ സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പാട്ട് നമുക്ക് ഉപയോഗപ്രദമാണ്. നമ്മൾ സ്റ്റേജിൽ ചെല്ലുമ്പോൾ സ്കിറ്റ് കളിക്കുന്നതിന് മുമ്പ് പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പാട്ടൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ പാട്ടുകാരനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്കൂൾ തലത്തിൽ നിന്ന് ലളിതഗാന മത്സരവും സിനിമാ ഗാനങ്ങളൊക്കെ ആയിട്ട് ആണ് തുടങ്ങിയത്. പിന്നെ ഈ കരോക്കെ എന്ന് പറഞ്ഞ സംഭവം ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഈ കരോക്കയിൽ ഞാനൊന്നും വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെറിയൊരു മിക്സറും മൈക്കൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് ഈ കരോക്കെ ഓരോന്നോരോന്നോരോന്ന്. അതായത് അന്ന് ഈ ഒരു സിനിമയുടെ ഈ മറ്റേ സാധാ ക്യാസറ്റ് ഇറങ്ങുമ്പോൾ അതിനകത്തൊരു കരോക്കെ ഉണ്ടാവും. ഒരു 10 പാട്ടിൽ ഒരെണ്ണം കരോക്കെ ആയിരിക്കും. അങ്ങനെ കുറേ ക്യാസറ്റുകൾ കളക്ട് ചെയ്തിട്ട് നല്ല പാട്ടുകൾ എടുത്തിട്ട് വീട്ടിലിരുന്ന് പാടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രൂപ്പ് തുടങ്ങി. ഞങ്ങളുടെ പ്രതിഭ, പഴന്തോട്ടം പ്രതിഭ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലബിൻ്റെ പേരാണ്. ആ പ്രതിഭ എന്ന് പറഞ്ഞിട്ട് ട്രൂപ്പ് തുടങ്ങി, ഗാനമേള ട്രൂപ്പ്. ഞാനങ്ങനെ പാടുമായിരുന്നു. കരോക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളി പാട്ടും അങ്ങനെ പാടിയാണ് ഞാൻ ഇതിനകത്ത് ഫീൽഡിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ പാടിയത് മാത്രമല്ല, പാടിയത് ഈ പറഞ്ഞ പോലെ ഇമിറ്റേഷൻ പോലെയാണ്. പള്ളിക്കെട്ട്, അതുപോലെ ശങ്കരാഭരണം, അങ്ങനെ തുടങ്ങുന്ന
അടിപൊളി പാട്ടാണെങ്കിലും കുറച്ച് വോയിസ് ചേഞ്ചിലൊക്കെ പാടാൻ പറ്റുമായിരുന്നു, മിമിക്രി കയ്യിലുള്ളതുകൊണ്ട്. പിന്നെ എന്താ പറയുക, പാട്ടുകാർ പുതിയ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ പാട്ടങ്ങ് ഔട്ടാവാൻ തുടങ്ങി. അന്നേരം വീണ്ടും ഫീൽഡ് വിടാൻ പറ്റുമല്ലോ, ജീവിക്കേണ്ട കളിയിലും. നേരെ ഒരു പാട്ട് പാടുമ്പോൾ ഒരു താരത്തിൻ്റെ ഫിഗർ അങ്ങ് ചെയ്യും. സത്യൻ മാഷിൻ്റെ ഒരു ഫിഗറൊക്കെ ചെയ്തിട്ട് ഒരു പാട്ട് കാറ്റേ കാറ്റേ അത് ലൈവായിട്ട് പാടി ആ ഒരു ഫിഗറും ചെയ്തിട്ട് തുടങ്ങി. അതുപോലെ നസീർ സാറിൻ്റെ അതിനകത്ത് ഓ കസ്തൂരി മണക്കു ആ പാട്ടിൻ്റെ അതിനകത്ത് നസീർ സാറിൻ്റെ ഫിഗർ ഇട്ടിട്ട് വരും. മാനസഭയിലെ 3 ഫിഗറിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നസീർ സാറും സത്യൻ സാറും മധു സാറുമായിട്ട് ജുബ്ബ മാറി മാറി മാറി. പിന്നെ അതുപോലെ അതിനകത്തൊരു നല്ലൊരു അനുഭവം കൂടി പറയാനുണ്ട്. അതായത് ഞാനിങ്ങനെ ഫിഗർ ചെയ്ത് പാട്ട് പാടുക. പിന്നെ കള്ളുടിയൻ്റെ വേഷത്തിൽ വന്നിട്ട് നീ എറിഞ്ഞ മേലെ മാനത്തെ പാട്ട് പാടും, സ്റ്റേജിലൊക്കെ ഇറങ്ങിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അതിനകത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പരിപാടിക്ക് വന്നപ്പം എല്ലാം ഫിഗർ ചെയ്ത് പാടണ കാരണം കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. സ്റ്റേജ് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഭക്തിഗാനം പാടാൻ ആൾ വന്നിട്ടില്ല. അപ്പം ചേട്ടാ ഞാൻ പാടാൻ വേണമെങ്കിൽ ശങ്കരാഭരണം പാടാം. അപ്പോൾ ആ ചേട്ടൻ പുള്ളി എന്നോട് പറയാ, അതേ ശങ്കരാഭരണം നീ പാടുമായിരിക്കാം, പക്ഷേ ഇനി ശിവൻ്റെ ഫിഗർ ഇത് കോസ്റ്റ്യൂമേ അവിടെ നിന്ന് എടുക്കുമെന്ന്. അതായത് പരമശിവൻ്റെ ഫിഗർ ചെയ്തിട്ട് വേണ്ടി ആ പാട്ട് പാടായിരുന്നു. അവർ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ടിൻ്റെ കാര്യത്തിൽ മിമിക്രിക്കാരെന്നല്ല, നമ്മൾ ഓരോരുത്തരും പാട്ടിന് ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ എല്ലാവരും പാട്ട് പാടും, അത്യാവശ്യം പാടുന്നു. ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ ബിനുചേട്ടൻ പാടുന്നുണ്ട്, ഞാനിപ്പോൾ അത്യാവശ്യം അതിനകത്ത് ഒരു എന്താ പറയുക പാട്ടുകൾ പാടുന്നുണ്ട്, തങ്കച്ചൻ പാടുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം ചാട്ടയടിക്ക് മുമ്പായിട്ട് ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു രസകരമായിട്ടാണ് സ്റ്റാർ മാജിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് എല്ലാത്തിനും ഒരു എന്താ പറയുക, പാട്ട് അസുഖം വരെ മാറ്റുന്നല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? മ്യൂസിക് ഡയറക്ടറാണ്? ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇഷ്ടപ്പെട്ട ഒരുപാട് പേര്, ഇപ്പോൾ ശരത് സാറിൻ്റെ പാട്ടുകൾ എനിക്കിഷ്ടമാണ്. അതുപോലെ ലാലേട്ടൻ പോട്ടെ, ശരത് സാറിൻ്റെ പാട്ടുകൾ എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ദാസേട്ടൻ, രവീന്ദ്രൻ മാഷ്, അങ്ങനെ തുടങ്ങുന്ന എല്ലാവരും പറയുന്നത് പോലെയുള്ള ആ ഒരു നൊസ്റ്റാൾജിക്കൽ പാട്ടുകളൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ പാടുന്നു പറഞ്ഞാൽ ഇതുപോലെയാണ്, ഈ ഇച്ചിരി എന്താ പറയുക, ഇത്തിരി റൊമാൻസും ഇച്ചിരി ആൾക്കാർക്കൊക്കെ ഇഷ്ടം തോന്നത്തക്ക രീതിയിലുള്ള പാട്ടുകളാണ് പാടാൻ ആഗ്രഹമുള്ളത്. പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. പാട്ട് ഈ പറഞ്ഞ പോലെ പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ. ആദ്യം പറഞ്ഞ പോലെ കേട്ട്, അല്ലെങ്കിൽ പാട്ടിനോടുള്ള സ്നേഹം, പിന്നെ ഈ ട്രൂപ്പുമായിട്ട് ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും, പക്ഷെ ഞാനങ്ങനെയല്ല പാടാൻ പോവുക. പഴയൊരു പാട്ട് പാടുന്നു, നമ്മുടെ ഹൃദയ സരസിലുള്ള പാട്ട്. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ, എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ, എന്നനുരാഗ തപോവന സീമയിൽ, എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്നു തപസിനി നീ, ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. കലാകാരന്മാര് പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവാം, ഡിപ്രഷൻ ഉണ്ടാവാം. അപ്പം അങ്ങനെ നമുക്ക് സ്വയം നമ്മൾ നെഗറ്റീവായി പോകുന്ന സമയത്ത് പോസിറ്റീവ് ആവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? പലരും പല മാർഗങ്ങളായിരിക്കും സ്വീകരിക്കുന്നത്. ഈ പറയുന്ന പോലെ നമ്മൾ ഈ സ്റ്റേജ് ഷോയ്ക്ക് നടക്കുമ്പോൾ കൂടുതലും ഈ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ സ്റ്റേജിൻ്റെ പുറത്തു നിന്നൊക്കെ സംസാരിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ കേട്ട് പതുക്കെ വന്നതുകൊണ്ടും ചിലപ്പം ഒന്നും ഉണ്ടാവില്ല, അത് പറയാനുള്ളതായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ വേദനിപ്പിക്കുക. സത്യം പറയാൻ നമ്മൾ ഈ പ്രോഗ്രാമിന് ചെല്ലുന്നത് തന്നെ നമ്മൾ ഈ നമ്മുടെ ഒരു ജോലിയായിട്ടാണ് പോകുന്നത്. ആ നമ്മുടെ ജോലി എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന പോലെ വിഷമവും സങ്കടവും ഒക്കെയുള്ള ആളുകളെ സന്തോഷിപ്പിക്കാനാണ്, അവരെ ചിരിപ്പിക്കാനാണ്. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നമ്മളെ കൊണ്ട് അവരൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി
പെടാപ്പാട് വിടുകയാണ്. അല്ലാതെ നമ്മൾ വലിയ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ചാർലി ചാപ്ലിനായിട്ടൊന്നും അല്ല അവിടെ ചെല്ലുന്നത്. നമ്മളിലുള്ള ചെറിയൊരു കഴിവ് വെച്ചിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമമാണത്. അത് തൊഴിലായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന നമ്മൾ അത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന ഞങ്ങളുടെ മനസ്സിലും ഈ പറയുന്ന പോലെ ഞങ്ങളുടേത് മാത്രമല്ല, ഏതൊരു ഫീൽഡിലുള്ള ആളുകളാണെങ്കിലും ജോലിക്ക് ഇറങ്ങുമ്പോൾ അവനവൻ്റെ വീട്ടിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവാം. ചിലപ്പം വീട്ടിലേക്ക് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ ആയിരിക്കും വന്നിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹമാണെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയുടെ കാര്യങ്ങളൊക്കെ, അതൊക്കെ മനസ്സിലിട്ടുണ്ടായിരിക്കും നമ്മൾ പരിപാടിക്ക് പോകുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങളൊക്കെ മനസ്സിൽ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള, നമുക്ക് വിളിച്ചാൽ സന്തോഷം വരുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന കൂട്ടുകാരെയോ അല്ലെങ്കിൽ കൂട്ടുകാരിയെയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെയോ ആരെങ്കിലുമൊക്കെ വിളിക്കും. അങ്ങനെയുള്ള ആളുകളെ, ചിരിച്ചു മാത്രം സംസാരിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ കോൾ ചെയ്യുകയും അങ്ങനെ നമ്മുടെ ആ ഒരു മൈൻഡൊക്കെ മാറ്റിയെടുത്ത് വളരെ റീഫ്രഷ് ആയിട്ടാണ് പരിപാടിക്കൊക്കെ ഇത് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കട്ടിയുള്ള വിഷമമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വലിയ സങ്കടമാണ്. പിന്നെ എല്ലാ സ്ഥലത്തും വിജയിക്കണമെന്നൊന്നുമില്ല പരിപാടി. അതൊക്കെ ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ അത് പൂർണ്ണമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതായിട്ടാണ്. അത് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ബഹദൂർ ഇക്ക പറഞ്ഞ പോലെ കോമാളിയെന്നും ചിരിച്ചല്ലേ പറ്റൂ, സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി എന്നുള്ള. ഇപ്പം ഞാനിത് കലാകാരന്മാരെ മാത്രം പറയുന്നതല്ല കേട്ടോ, എല്ലാ ഫീൽഡിലും. ഇപ്പോൾ ഒരു തൊഴിലിന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പല സങ്കടങ്ങളോടെ പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ഫീൽഡിലുള്ള ആൾക്കാർ, കൂലിപ്പണിക്കാരായാലും ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർ. അവരുടെ ഉള്ളിലൊരു മനസ്സിലൊരു വിഷമം ഉണ്ടാവും, ഞാൻ അവിടെ എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കത് ഇത് വേണം, അത് സാധിച്ചില്ല, ഇന്നലെ അത് ചെയ്യേണ്ടായിരുന്നു, അത് പറ്റിയില്ല, അതിനുള്ള സാമ്പത്തികം തന്നെ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോയപ്പോഴത്തേക്കും വേറൊരുത്തിന് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളും. പിന്നെ നമ്മൾ ആ ജോലിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അത് അറിയാണ്ടെങ്കിൽ വരുമെന്നേ. എല്ലാവർക്കും സങ്കടങ്ങൾ എല്ലാവരും മാറണം. നമുക്ക് ആർക്കും സങ്കടമല്ല, എപ്പോഴും നമ്മൾ ചിരിച്ച് കളിച്ച് നമ്മുടെ കുടുംബത്തിലെല്ലാ സന്തോഷങ്ങളും ദൈവവും അനുഗ്രഹവും ഒക്കെ നമുക്ക് ലഭിക്കും. എല്ലാവർക്കും കിട്ടും. അത് നമ്മളത് ചിലപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചല്ല കിട്ടുന്നത്, പലപ്പോഴായിട്ട് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ വരണം. നമ്മുടെ മനുഷ്യൻ്റെ ഇമോഷണൽ അല്ലതൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക, ചിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക. അതിനുള്ള ഇതൊക്കെ ദൈവം എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കും വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഈ ചാനലിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇനി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. പുതിയ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ സിനിമയുടെ പേരുകളൊക്കെ ഇപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. സ്റ്റാർ മാജിക്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ TV പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഷോസൊക്കെ ഉണ്ട്. ഞാൻ ഒരു കലാകാരനായതുകൊണ്ട് മാത്രം പല രാജ്യങ്ങൾ കാണാൻ പറ്റിയൊരു ഭാഗ്യം നമുക്ക് കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പോകാത്തൊരു രാജ്യമായിരുന്നു അമേരിക്ക. ഈ വരുന്ന അടുത്ത ദിവസം തന്നെ അമേരിക്കയ്ക്ക് പ്രോഗ്രാമിന് പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ സന്തോഷം നിങ്ങളിലേക്കും പകർത്തി നിങ്ങൾക്കും സന്തോഷം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താ പറയുക, ആശംസിക്കുന്നു. ഈ ചാനലിൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. എല്ലാവിധ ആശംസകളും ആലയ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലിന് എൻ്റെ ആശംസകൾ നേരുകയാണ്.